നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കാം കേട്ടോ. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ബോഡീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാനും ആദ്യം സോപ്പൊക്കെ ഉപയോഗിച്ച് കുളിക്കുന്ന വ്യക്തിയായിരുന്നു. ഇപ്പൊ ഒരു 3-4 കൊല്ലമായിട്ട് സോപ്പ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ബോഡിയിൽ. ഓക്കെ, അപ്പൊ അത് എന്താ പറയാ, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് സോപ്പ് നിർത്തിയപ്പോ തന്നെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. സോപ്പ് ഉപയോഗിക്കണേ മുന്നേ എന്ന് പറഞ്ഞാല് എനിക്കുണ്ടായിരുന്ന സോപ്പ് ഉപയോഗിക്കുമ്പോ ഉണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് സ്കിൻ നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമുക്ക് ചെറുതായിട്ട് ഒന്ന് തണവ് അടിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് തണവ് കൂടുതൽ തട്ടിയാലൊക്കെ നമുക്ക് മൊരിച്ചില്ല, നമുക്കിങ്ങനെ വരയ്ക്കുമ്പോ ഒരു വെള്ള കളറിലൊരു വരയൊക്കെ വരില്ലേ നമ്മുടെ കാലിന്. ആ ഒരു സംഗതി എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു, കാലുമ്മയും കൈമ്മയൊക്കെ. അതേപോലെ എന്താ പറയാ, നല്ലോണം ചുളിവുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ എനിക്ക് ഇല്ല, കംപ്ലീറ്റ് മാറി എന്ന് തന്നെ പറയാം. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ സോപ്പ് നിർത്തിയത് കൊണ്ടാണ്. സോപ്പ് പിന്നെ അതേപോലെ തന്നെയാണ് എനിക്ക് ഏറ്റവും എന്താ പറയാ, ഹൃദയത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ ദിനേശ് വല്ലി സ്കിൻ കെയർ ഓയിലിനോടാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞവർക്കുള്ള നമ്മുടെ ചാനലിൽ തന്നെ കമൻറ്റ് വന്നിട്ടുള്ളതാണ്. ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, ദിനേശ് വല്ലി യൂസ് ചെയ്തിട്ട് വലിയ ഡിഫറൻസ് കാണുന്നില്ല, ബ്രാൻഡ് മാറ്റി നോക്കട്ടേന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ കമൻറ്റ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 6 months എങ്കിലും യൂസ് ചെയ്തിട്ടാണ് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അതാണ്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കുക. നല്ലതല്ല എണ്ണ തേച്ച് കുളിക്കുന്നത്. ടോട്ടൽ ബോഡിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളത് അങ്ങനെയാണ്. ഫുൾ ബോഡി എണ്ണ തേച്ച് ഡെയിലി ബോത്ത് പൗഡർ വെച്ച് കുളിച്ചുകൊണ്ടാണ് എനിക്ക് അത്രയും നല്ല റിസൾട്ട്, എനിക്ക് ബോഡിയിലേക്ക് നല്ല ചുളിവും കാര്യങ്ങളൊക്കെ മാറി അടിപൊളിയായത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ഓയിൽ, നിലാസബ്സിൻ്റെ സ്കിൻ കെയർ ഓയിലിന് ഒത്തിരി റിസൾട്ട് ഉണ്ട്. ഞങ്ങൾ എന്തായാലും അതിൻ്റെ വീഡിയോസ് അതിൽ റിസൾട്ട് കാണിക്കാം. നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടുള്ള നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. മെയിൻലി എൻ്റെ ബോഡി, അതായത് ഇവിടെ നിങ്ങൾ നമ്മൾ മുകളിലേക്കാണ് എപ്പോഴും, മുഖത്തേക്കാണ് എപ്പോഴും നമ്മൾ കൂടുതൽ കെയർ ചെയ്യാം. അപ്പൊ താഴേക്ക് കെയർ ചെയ്യില്ല. ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ബാത്ത് പൗഡറും സ്കിൻ കെയർ ഓയിലും അതാണ്. ഓക്കെ, അപ്പോ അത് രണ്ടാണ് എനിക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കൈയും കാലിനൊക്കെ സെപ്പറേറ്റ് എന്തെങ്കിലും പാക്കുകളോ സ്ക്രബ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക. അത് ആഴ്ചയിൽ ഒരു ദിവസം സ്ക്രബ് ഒക്കെ ചെയ്യാം. ഏതെങ്കിലും നല്ലൊരു സ്ക്രബ് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത്. ഇൻട്രോ കുറെ ആയിന്ന് അറിയാം, പക്ഷെ പറയാണ്ട് എന്തെങ്കിലും ഒന്നും പറയാണ്ട് ഞാൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഈ ബാത്ത് പൗഡർ നമുക്ക് ഇങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതേപോലെ അതിന്റെ റിസൾട്ട് കൂടി നമുക്ക് കാണാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് രോഷിനി എന്നാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി പൗഡറാണ് നമ്മൾ കാണാൻ പോകുന്നത്. ബാത്ത് പൗഡർ, സ്കിൻ ബ്രൈറ്റനിങ്, ടാൻ റിമൂവിങ് ബോഡി പൗഡറാണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ മാതള നാരങ്ങയുടെ തൊലി ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ അത് എൻ്റെ അടുത്ത് ഇപ്പം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന അവസാനത്തെ ആ ഒരു കുറച്ചുണ്ടായിരുന്നത് നമ്മുടെ ലിപ് സ്ക്രബ് ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പിന്നെ പൊടിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ നമ്മുടെ ബാത്ത് പൗഡറിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് എനിക്ക് സെപ്പറേറ്റ് ഇപ്പോൾ അധികം ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ലിപ്സിനാണ് പിന്നെ സെപ്പറേറ്റും ലിപ്സിനും ഫേസ് പാക്കിനുമാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പൗഡറും നമ്മുടെ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കാണിക്കുന്നത്. നമുക്ക് ഏറ്റവും റിസൾട്ട് കിട്ടുക സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മാതള നാരങ്ങ, അതായത് ചുവന്നിട്ടുള്ളിൽ ഇങ്ങനെ മണിമണിയായിട്ട് മാതള നാരങ്ങ പൊടിച്ചിട്ട് അതിൻ്റെ തൊലി ഉണക്കി പൊടിക്കുന്നതാണ്. നല്ല നൈസായിട്ട് പൗഡറാക്കുക. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉലുവ പൊടിയാണ്. അപ്പോൾ ഉലുവ ഇത് രണ്ടും മാത്രം മതി. ഇത് നമുക്കൊരു 3 വയസ്സ് തുടങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് തുടങ്ങി ബാത്ത് പൗഡറായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, ടാൻ, കൈയും കാലിനൊക്കെ വരുന്ന ആ ഒരു ടാനും അത് ബോഡിയിലത്തെ ടാനും ഒക്കെ നമുക്ക് മാറാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡിയിൽ നമുക്ക് തേച്ചധികം നേരം നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ ഇഫക്റ്റീവാണ്. കാരണം ഇത് നമുക്കൊരു 5 മിനിറ്റ് നമ്മൾ തേച്ച് പിടിപ്പിക്കുമ്പോഴേക്കും വളരെ ലൂസാക്കാതെ അത്യാവശ്യം കുറച്ച് തിക്കായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഇത് നമുക്ക് ഡ്രൈ ആയി ഉണങ്ങി കിട്ടും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സോഫ്റ്റ് ആവുകയും ചെയ്യും. നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആവാനായിട്ടും കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉലുവാപ്പൊടി. അതുപോലെ തന്നെ വളരെ നല്ലതാണ്. നമുക്ക് ഫസ്റ്റ് യൂസിൽ നമുക്കിത് കാണാൻ പറ്റും റിസൾട്ട്. പിന്നെ എൻ്റെ കൈ ഓൾറെഡി അത്യാവശ്യം കളറുണ്ട്. എങ്കിലും നമുക്ക് ഈ ഇപ്പോൾ കാണുന്നതിനേക്കാളും നമുക്ക് കുറച്ച് ഡബിൾ, അതായത് കുറച്ച് കൂടുതൽ ബ്രൈറ്റ്നെസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, നമുക്ക് അറിയാൻ പറ്റുമല്ലോ. നമുക്ക് 2 കൈയും വെച്ച് നോക്കിയിട്ട്
പെട്ടെന്ന് അതിൻ്റെ ഒരെണ്ണത്തിൽ മാത്രം റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ആ ഒരു ബ്രൈറ്റ്നെസ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ബ്ലാക്ക് ചരട് കിട്ടിയിട്ടുള്ള ഈ ഒരു കൈമയാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ മിക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സ് എടുക്കുമ്പോൾ വല്ലാതെ വെള്ളം പോലെ ആക്കരുത്. നമ്മൾ തേച്ച് പിടിപ്പിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന പരുവത്തിലാക്കുക. കാരണം നമുക്കിത് ബോഡിയിലാകുമ്പോൾ നമുക്ക് അധികം നേരം തേച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടുന്നുള്ളതാണ്. ഞാനിത് ഏകദേശം ഒരു 10 മിനിറ്റ് മാത്രമേ കൈമ വെച്ചിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അസാധ്യ റിസൾട്ടാണ്. നമുക്ക് നമ്മുടെ ഫുൾ ബോഡിയിൽ ഉപയോഗിക്കാം, നമ്മുടെ ഫേസിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് പുറത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഒരേപോലെ ഉപയോഗിക്കാനും നല്ല റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള പണിയാണ് നമ്മുടെ ബോഡിയിൽ വേഗം ബ്രൈറ്റ്നെസ് കിട്ടാനും. അപ്പോൾ ഉലുവ ഫേസിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ കുറേ പേര് പറയുന്നുണ്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബാത്ത് പൗഡറിൽ എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ നിലാസ് ഹെർബ്സിൻ്റെ ബാത്ത് പൗഡറിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് ഒരു 5-6 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റിൽ. ഏകദേശം 1 ഇയർ ആയിട്ടുണ്ടാവും. അപ്പോൾ അതും പക്ഷേ നമുക്ക് പുറത്തുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഇൻഗ്രീഡിയൻറ്റും കിട്ടില്ല. നമുക്കറിയാലോ നമ്മുടെ നാച്ചുറൽ ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് നമുക്ക് നാട്ടിലേക്ക് കിട്ടും. അപ്പം അങ്ങനെയുള്ളത് കൊണ്ടും കൂടിയിട്ടാണ് ഈ ഒരു കാര്യം കാണിക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ബോഡിയിലെ ടാനൊക്കെ മാറി നല്ല ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ 2 കാര്യം മാത്രം, ഇത് രണ്ടും നമുക്ക് എന്തായാലും കിട്ടും. എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ മാതള നാരങ്ങ ആണെങ്കിലും പുറത്തും നാട്ടിലും ഉണ്ട്. നമുക്ക് അതിൻ്റെ തൊലിയൊന്ന് ഉണക്കി പിടിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതില്ലാത്തവർക്ക് ഓൺലൈൻ ലിങ്ക് ഞാൻ താഴെ വയ്ക്കാം. ഓക്കെ. പക്ഷേ എനിക്ക് ഇതിനേക്കാൾ റിസൾട്ട് തോന്നിയത് നമ്മൾ ആ പൊടിയായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ, നമ്മൾ ഉണക്കി പൊടിച്ചിട്ട്. പിന്നെ ഞാൻ ഓറഞ്ച് തൊലിയും ഉലുവപ്പൊടിയും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് അതിനേക്കാൾ റിസൾട്ട് മാതള നാരങ്ങ നമ്മുടെ പിഗ്മെൻറ്റേഷൻ അതുപോലെ ടാൻ മാറാനൊക്കെ ഒത്തിരി നല്ലതാണ്. അതിൻ്റെ തൊലി, മാതള നാരങ്ങയുടെ തൊലി, നമ്മുടെ പൊമോഗ്രാനൈറ്റിൻ്റെ തൊലി ഉണക്കി പൊടിച്ചിട്ട് ഈ ഉലുവയുടെ കൂടെ ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് ബെസ്റ്റ് റിസൾട്ട് തോന്നിയത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നമുക്ക് ആ ഒരു ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ആ ഒരു പെട്ടെന്ന് നമുക്ക് ആ ഒരു ബ്രൈറ്റ്നെസ്സും ആ സ്കിന്ന് നല്ല സോഫ്റ്റായി സ്മൂത്ത് ആവണം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബാത്ത് പൗഡറായിട്ട് നമുക്കൊരു 3 വയസ്സ് തുടങ്ങിയിട്ടുള്ള കുട്ടികൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രം, ഇപ്പോൾ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുന്ന വെച്ചപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ഓയിൽ തന്നെ കുറേ പേര് മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യം ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേറെ നിവർത്തിയൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ ബാത്ത് പൗഡറും കാര്യങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി നല്ലതാണ്. നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് നമുക്ക് ടാനൊക്കെ റിമൂവ് ആവും. പിന്നെ നെമ്മേനി വാകപ്പൊടിയും അതേപോലെ യവം, അങ്ങനെ കുറേ കാര്യങ്ങൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിന്നിലത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു ചർമ്മം എപ്പോഴും നമുക്ക് എന്താ പറയുക യങ് ആയിട്ടിരിക്കാനും ചുളിവ് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ ബാത്ത് പൗഡറിൽ കുറച്ചധികം ഒരു 10-25ഓളം ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്തിട്ടാണ് നമ്മൾ ബാത്ത് പൗഡർ ഉണ്ടാക്കണേ. അപ്പോൾ അത് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഒറ്റ യൂസിൽ നിങ്ങൾ എന്തായാലും വന്ന് കമൻറ്റ് ചെയ്യുന്നതാണ്. കാരണം അത്രയും റിസൾട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ നന്നായിട്ട് നമ്മുടെ കയ്യിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പാല് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിതിൽ അതായത് മിക്സ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് തൈരോ പാലും തൈരോണ് എപ്പോഴും ഏറ്റവും നല്ലത് റിസൾട്ടിന്. ഓക്കെ. അപ്പോൾ ഇതുപോലെ നമ്മൾ തേച്ച് പിടിപ്പിക്കാം. ഒരു 10 മിനിറ്റ് ഞാൻ ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങി കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഉണങ്ങിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ കൈ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ അപ്പോൾ മുകളിലൊന്നും അത്രയ്ക്കും അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല. അടിഭാഗം നമുക്ക് ആ ഒരു കളറ് മാറിയതായി നമുക്ക് കാണാൻ പറ്റും. ഒരു റെഡ് പോലത്തെ ബ്രൗണായി കളർ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഞാൻ വെള്ളം സാധാരണ നമ്മൾ കുളിക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രബിങ് ഒന്നും വരില്ല. കാരണം ഇത് വളരെ നൈസ് പൗഡറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ ഒന്ന് ഇങ്ങനെ തിരുമ്മി എടുക്കുക. സാധാരണ നമ്മൾ ഉദ്വാർത്തനം എന്നൊക്കെ പറയും. നമ്മൾ ഈ ആയുർവേദത്തിൽ നമ്മുടെ മേത്ത് പൗഡർ തേച്ചിട്ട് ഉണങ്ങിയിട്ട് അതിനെ തിരുമ്മി കളയാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ, ഈ ഒരു ഇത് വെച്ചിട്ട് വെള്ളം വെച്ചിട്ട്. അപ്പോൾ സാധാരണ പറഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം വെക്കില്ലേ, വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി പൊടി തട്ടിക്കളയുക ചെയ്യുക. നമുക്ക് വെള്ളം വെച്ച് കഴുകാം. ഓക്കെ. അപ്പോൾ നന്നായിട്ടൊന്ന് ഈ ഒരു പേസ്റ്റ് നമുക്കൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് റിമൂവ് ആക്കി നോക്കാം കേട്ടോ. കണ്ടില്ലേ, നമുക്ക് ഇൻസ്റ്റൻ്റ്ലി നമുക്ക് നല്ല ബ്രൈറ്റ്നെസ്സാണ് കിട്ടിയിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ നമ്മുടെ വലത്തെ കൈയിനേക്കാളും ഇടത്തെ കൈ കളർ കൂടുന്നൊക്കെയാണ് നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ 2 കൈ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും, രണ്ടും ഒരേപോലെയാണ് ഇരുന്നിരുന്നത്. പക്ഷേ നമുക്ക് ഇൻസ്റ്റൻ്റ്ലി നമുക്ക് റിസൾട്ട് കിട്ടിയതുണ്ടോ, കണ്ടില്ലേ. മറ്റേ നമ്മുടെ അപ്പുറത്തെ കൈ എന്ന് പറയുമ്പോൾ ക്യൂട്ട് നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളതാണ് നമുക്ക് ഹോണസ്റ്റ്ലി നമ്മുടെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ പറയുക, ജെന്യൂൻ ആയിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ. കണ്ടില്ലേ.
അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് റിമൂവ് ആക്കി നമുക്ക് പക്ഷേ ഇത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നമുക്കിങ്ങനെ സ്റ്റിക്കി ആയിട്ട് പിടിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയുക, നന്നായിട്ടൊന്ന് എന്തെങ്കിലും ലൂഫയോ മറ്റോ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാരേജൊക്കെ അടുത്തിരിക്കുന്നവർക്കും ഇത് നല്ലതാണ്. നമ്മുടെ ഫുൾ ബോഡിയിൽ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ സ്കിൻ കെയർ ഓയിൽ ഉപയോഗിക്കുക. അതിന് ശേഷം ബാത്ത് പൗഡർ നമുക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഈ ഒരു പൗഡർ ഉപയോഗിക്കാം. കണ്ടില്ലേ, നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ ആ ഒരു റിമൂവ് ചെയ്തെടുക്കാൻ കുറച്ച് പാടാട്ടോ. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി, കാരണം നഖത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു പേസ്റ്റ് കയറുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു തുണി വെച്ച് തുടച്ചെടുക്കുക, അല്ലെങ്കിൽ ലൂഫ ഉണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൂഫ, അല്ലെങ്കിൽ രാമച്ചത്തിൻ്റെ ഇങ്ങനെ നമ്മളിങ്ങനെ സ്ക്രബ് ഉണ്ടാക്കില്ലേ, അത് വെച്ചിട്ടെങ്ങാനും ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. നമുക്ക് ബെസ്റ്റ് എന്താ പറയുക, അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇതാ നമുക്ക് അറിയാൻ പറ്റും. ഇതാ കണ്ടോ, നമ്മുടെ ആ രണ്ട് കൈൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് നമ്മുടെ താഴത്തേക്കുള്ള ഭാഗം കൂടി നമുക്കൊന്ന് റിമൂവ് ആക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഒന്ന് പതുക്കെ സ്ക്രബ് ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും പറയണം കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക, ബോഡി പാക്കാണ്. നമുക്കിങ്ങനെ ബാത്ത് പൗഡറായിട്ട് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട്, പിന്നെ പൊടിക്കുമ്പോൾ വളരെ നൈസായിട്ട് പൊടിച്ച് വയ്ക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉലുവയാണെങ്കിലും നമ്മൾ 2-3 പ്രാവശ്യം മിക്സിയിൽ അരിച്ചെടുത്ത് അതിൻ്റെ പൊടിയായിട്ട്, ഞാൻ എപ്പോഴും പൊടിയായിട്ട് സൂക്ഷിക്കാറുണ്ട്. കാരണം ഫേസ് പാക്ക് അതേപോലെ അങ്ങനെയുള്ള ഇതുപോലെ ബോഡി പാക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്ക് കൈമ മാത്രമാണ് ടാൻ അടിച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ നമുക്കിത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നമുക്ക് റിസൾട്ട് ഉണ്ട് എന്നുള്ളത് ഷുവറാട്ടോ. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടില്ല എന്ന് എനിക്കറിയില്ല, പക്ഷേ റിസൾട്ട് പക്കയാണ്. നിങ്ങൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. നമുക്ക് പിന്നെ നമ്മുടെ ബാത്ത് പൗഡറിൽ ഇൻക്ലൂഡ് ചെയ്ത് ഉപയോഗിക്കാം, ബാത്ത് പൗഡർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ. കണ്ടോ, അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ചേ റിമൂവ് ആയിട്ടുള്ളൂ. നമ്മുടെ ആ ഒരു നമ്മൾ ചരട് കെട്ടിയതിൻ്റെ ഉള്ളിലൊക്കെ നിറയുണ്ട് കേട്ടോ. ഇപ്പോൾ നന്നായി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ വെള്ളം നനച്ച് കഴുകിയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, തണവ് കാലമൊക്കെ അല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും കുളി കഴിഞ്ഞ് മോയ്സ്ചറൈസ് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മൾ മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റും, നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിസൾട്ടാണിത്, ഫൈനൽ റിസൾട്ടാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും നമ്മുടെ കൈൻ്റെ ഡിഫറൻസ്, നമ്മൾ ചെയ്ത ഭാഗം വരെയുള്ള ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവർ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഒരു അടിപൊളി നമ്മുടെ ബോഡി ലൈറ്റനിങ് ബ്രൈറ്റനിങ് പാക്കാണ്. ടാൻ റിമൂവിങ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഫേസിലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. സെയിം ഇതുപോലെ തന്നെ പാലോ അതുപോലെ തൈരോ റോസ് വാട്ടറോ വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള വിവരങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഫുൾ ബോഡി നമുക്ക് ഇത് പൗഡറായിട്ട് വെച്ച് യൂസ് ചെയ്യാം. എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് നല്ലത്. ഉലുവ പൗഡർ ആണെങ്കിലും മാതള നാരങ്ങയുടെ തൊലിയാണെങ്കിലും ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉള്ളത് മുഴുവൻ എടുത്ത് നമ്മുടെ ലിപ് സ്ക്രബ് ഉണ്ടാക്കി. അത് ഓൾറെഡി ഉണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ തൊലി പൊടിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ബാത്ത് പൗഡറിലാണെങ്കിൽ കംപ്ലീറ്റ് എല്ലാം പൊടിയായിട്ടാണ് വരിക. അപ്പം അതുകൊണ്ട് തന്നെ അതായത് ഒക്കെ കൂടി പൊടിച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ഇവിടെ തൊലി നമ്മുടെ വീട്ടിലൊന്നുമില്ല, ഒക്കെ യൂണിറ്റിലാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് അവിടെ നമ്മൾ പൊടിച്ച് സംഭവം നമ്മൾ ഇങ്ങോട്ട് വരില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് തൊലിയൊക്കെ ഉണക്കി പൊടിക്കണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി മടിയായതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ മേടിക്കുന്ന പൗഡർ കാണിച്ചു തന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും നമ്മൾ മാതള നാരങ്ങയൊക്കെ എപ്പോഴെങ്കിലും കഴിക്കാനായിട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് അതിന്റെ തൊലി എടുത്ത് മാറ്റി വെച്ച് ഉണക്കി പൊടിച്ചു വെക്കാമല്ലോ. അത് ഇത്ര സിമ്പിൾ അല്ലേ, കുഴപ്പമില്ലല്ലോ. 2 ഇൻഗ്രീഡിയന്റ് മതി. നാട്ടിലുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.